ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ സംഭവിച്ച ഒരു സസ്പെൻസ് ത്രില്ലർ, അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇൻഷാ അള്ളാ നിങ്ങൾ ഇത് എൻ്റെ വരെ കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും. ഞാൻ സൗദി അറേബ്യയിൽ ഏകദേശം 10 കൊല്ലം വർക്ക് ചെയ്തു. അവിടെ 4 ഡിഫറെൻറ്റ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു ഈ 10 കൊല്ലത്തിനിടയിൽ. ഈ മൂന്നാമത്തെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വെച്ച് എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ വൈഫിനെയും കുട്ടിയെയും, ആ സമയത്ത് ഒരു കുട്ടിയേ ഉള്ളൂ, കൊണ്ടുപോകാനുള്ള വിസയും കിട്ടി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ സൗദി അറേബ്യയിൽ മൂന്നാമത്തെ കമ്പനി വർക്ക് ചെയ്യണം, ജിദ്ദയിൽ. ആ ജോലി ആ കമ്പനിയിൽ കിട്ടാനുള്ളൊരു കാരണം, ഞാൻ അവിടെ സൗദിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഷാജി നായർ, ഷാജി തടാലിൽ എന്നാണ് മൂപ്പരുടെ വീട്ടുപേര്. ഷാജി മാവേലിക്കരക്കാരനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞങ്ങൾ രണ്ടുപേരും കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട പ്രൊഫഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഷാജി ഈ മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്ന അൽ ജുമാൻ ഏവിയേഷൻ, അത് ജിദ്ദ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴും മദീന റോഡിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. എയർ ഫ്രാൻസ്, ഗൾഫ് എയർ, പിന്നെ അതുപോലെ തന്നെ സ്വിസ് എയർ, അതിൻ്റെയൊക്കെ ഏജൻ്റാണ്, അതായത് ടിക്കറ്റിംഗ് ഏജൻ്റാണ്. അവരുടെ എയർപോർട്ടിൽ ഹാൻഡ്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഓണർ, മുതലാളി, ഒരു സൗദി സിറ്റിസൺ ഷെയ്ഖ് സാലെ എന്ന് പറയും. ആ സമയത്ത് നല്ല പ്രായമുള്ള ആളാണ്, അദ്ദേഹം മരിച്ചുപോയി. പടച്ചോനെ അവർക്ക് ജന്നത്ത് നസീബാക്കട്ടെ. അപ്പോൾ ഈ ഷെയ്ഖ് സാലെ ആണ് അവിടുത്തെ ഓണർ. 600ഓളം ആൾക്കാർ ആ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ മൂന്നാമത്തെ കമ്പനി, ഈ അൽസുമാൻ ഏവിയേഷൻ, അതായിരുന്നു ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും കമ്പനി കഴിഞ്ഞ് ഈ കമ്പനിയാണ് ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തതിൽ വലിയ കമ്പനി, ഏറ്റവും വലിയ 1, 2, 3, മൂന്നാമത്തത്. അപ്പം ഈ കമ്പനിയിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഷാജി എനിക്ക് വേണ്ടി ആ ഒരു ജോലി, അവിടെ വേക്കൻസി വന്നപ്പോൾ ഷാജി മാറ്റി വെച്ച്, ഞാൻ വെക്കേഷന് പോയി തിരിച്ച് വന്നപ്പം എന്നെ വിളിച്ച് ഷാജി അവിടെ ആ ജോലി തന്ന്. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓണർ ഷെയ്ഖ് സാലെ, അദ്ദേഹം ഒരു സീരിയസ് ക്യാരക്ടറാണ്. അതായത് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വളരെയധികം പേടിക്കും. കാര്യം ഇദ്ദേഹം ചിലപ്പോൾ ദേഷ്യത്തിൽ ആൾക്കാരെ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ റൂമറുണ്ട്, അങ്ങനെയൊക്കെ കിംവദന്തി അവിടെയുണ്ട്. അതായത് ഷെയ്ഖ് സാലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ ആൾക്കാരെ നാട്ടിലേക്ക് പറഞ്ഞയക്കും, എക്സിറ്റ് അടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കാരണമായിട്ട് ഷെയ്ഖ് സാലയുടെ മുമ്പിൽ ആരും പോകാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെങ്കിലും അമളി സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് അടിക്കും എന്നുള്ള ആ പേടിയിൽ ആൾക്കാരൊക്കെ എത്രയും അകന്ന് നിൽക്കാൻ സാധിക്കുമോ അത്രയും അകന്ന് നിൽക്കും. ചില സമയത്ത് നമ്മൾ ലിഫ്റ്റിൽ, ഇത് ആ ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. ആ മിക്കവാറും ഓഫീസുകളൊക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മൂന്നാമത്തെ നിലയിലാണ്. അപ്പം ഞങ്ങളൊക്കെ ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും ഈ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് ചില സമയത്ത് ഷെയ്ഖ് സാലയും കൂടെ ലിഫ്റ്റിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ടാൽ സലാം അലൈക്കും പറഞ്ഞ് ഒന്നും മിണ്ടാതെ പമ്മിയിരിക്കും ഷെയ്ഖ് സാലയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഷെയ്ഖ് സാല. ഓക്കെ, പക്ഷേ ആൾ നല്ല ആളായിരുന്നു. അങ്ങനെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ ഷെയ്ഖ് സാലയുടെ ഒരു പാലസ്, ഒരു വലിയൊരു ബിൽഡിങ്, പാലസ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്, വലിയൊരു പാലസ് തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു കൊട്ടാരം തന്നെയാണ്, വലിയൊരു കൊട്ടാരം. വളരെയധികം മുറികളും ഒക്കെ ആയിട്ട് ഒരു വലിയ കോമ്പൗണ്ട് വാളും ഒക്കെ ആയിട്ട് ഒരു കൊട്ടാരം മൂപ്പരുടെ പണിയുന്നുണ്ടായിരുന്നു. ആ കൊട്ടാരം പണിയുന്നതിൻ്റെ ആ സൈറ്റിൽ ഒരു സിറിയൻ എൻജിനീയർ, സിവിൽ എൻജിനീയറോ ആർക്കിടെക്റ്റോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ മേൽനോട്ടത്തിലാണ് ഇത് സംഭവം നടക്കുന്നത്, അവിടെ ആ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അവിടെ ഒരു ഓട്ടോ കാഡ് ഓപ്പറേറ്ററായിട്ട് നമ്മുടെ ഒരു മലയാളി മുഹമ്മദ് വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളിയാണ്. അപ്പോൾ എനിക്ക് മുഹമ്മദിനെ പരിചയമില്ല, ആ എൻജിനീയറിനെയും പരിചയമില്ല.
അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഷാജിക്ക് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കോള് വന്ന് ആ എൻജിനീയറിൻ്റെ, ആ സിറിയൻ എൻജിനീയറിൻ്റെ ഈ മുഹമ്മദ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറോ പ്രിൻ്ററോ എന്തോ കേടായി, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു. അങ്ങനെ ഷാജി എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം, കുഴപ്പമില്ല, എനിക്ക് കമ്പനിയിൽ നിന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി ഓടിച്ച് പുറത്ത് പോവുക നല്ല കാര്യമാണ്, ഓഫീസിൽ കുത്തിയിരിക്കുന്നതെങ്കിൽ നല്ല കുറച്ച് പുറത്ത് പോകാമല്ലോ. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് GPS ഇല്ല, ഗൂഗിൾ മാപ്സ് ഇല്ല, സെൽഫോൺ ഇല്ല, ഒന്നുമില്ല. എങ്ങനെയോ അവിടെ എത്തി. ഞാൻ നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് നടന്ന സംഭവം, അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ സിറിയൻ എൻജിനീയറിനെ ഞാൻ കണ്ട്. പിന്നെ അവിടെ ഈ പറയുന്ന മലയാളി മലപ്പുറത്തുകാരൻ നമ്മുടെ മുഹമ്മദിനെ കണ്ട്. അപ്പോൾ അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടായിരുന്നു, മുഹമ്മദിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുസ്സലാം. ഓക്കെ, അബ്ദുസ്സലാമും മുഹമ്മദും ഈ രണ്ടാൾക്കാരും ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് അവർ ജിദ്ദയിലുണ്ട്. ഓക്കെ, അപ്പം അബ്ദുസ്സലാം അവിടെയുണ്ട്. അബ്ദുസ്സലാം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. അബ്ദുസ്സലാം വർക്ക് ചെയ്യുന്നത് ജുഫാലി ബട്ട്ലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി, ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. ആ കമ്പനിയിലാണ് അബ്ദുസ്സലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സലാം അവിടെ വന്നിരിക്കുന്നത് ഈ അനുജനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അനുജൻ്റെ ഓട്ടോ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സലാം വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരിക്കുന്നത് കമ്പ്യൂട്ടറോ പ്രിൻ്ററോ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അത് ഫിക്സ് ചെയ്യാൻ ഞാൻ പോയിരിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ സലാമിനെയും കണ്ട് പരിചയപ്പെട്ടു. അവരുടെ എന്തോ പ്രോബ്ലം എന്താ ഉണ്ടായെന്നുള്ളത്, ആ പ്രോബ്ലം സോൾവ് ആയി, അത് കഴിഞ്ഞു. അപ്പോൾ സലാമിനെ പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ. അങ്ങനെ സലാമുമായിട്ട് ഞാൻ സംസാരിക്കുമ്പം സലാം എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് സലാം പറഞ്ഞ് അവരുടെ കമ്പനിയിൽ, അതായത് ജുഫാലി ബട്ട്ലറിൽ അവിടെ ഒരു പാകിസ്ഥാനി ഒരു കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പാകിസ്ഥാനി ഒരു കമ്പ്യൂട്ടർ കൺസൾട്ടൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ 6 മാസത്തിൽ ഇവിടുന്ന് ആ ജോലി വിട്ട് പോവും. അയാൾ കാനഡയിലേക്ക് പോവുകയാണ്. അപ്പം ആ സ്ഥലത്തേക്കുള്ള അയാളുടെ സ്ഥാനത്തേക്ക് ഒരു വേക്കൻസി വരും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയിൽ ഞാനിത് വെച്ച് ഓക്കെ 6 മാസം സമയമുണ്ട്. അവിടെ അയാളുടെ പേര് ഖാലിദ് എന്നാണ്, ഖാലിദ് പാകിസ്ഥാനിയാണ്. അപ്പോൾ ഖാലിദ് പോകുമ്പം ആ സമയത്ത് അവിടെയുള്ള വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൽ തലയിൽ വെച്ച് ഞാനിങ്ങനെ നടന്നു. പക്ഷെ ഞാൻ മറന്നും പോയി. അങ്ങനെ സലാമിനെയൊക്കെ പരിചയപ്പെട്ട് 3, 4, 5, 6 മാസം ഏകദേശം ആ പറഞ്ഞ കാലാവധി എത്തി. ഈ സലാം പറഞ്ഞ മറ്റേയാൾ ഖാലിദ് പോകുന്ന സമയം വന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാനിതെല്ലാം കംപ്ലീറ്റ് മറന്നുപോയി. ഇതെല്ലാം ആക്ച്വലി ഞാൻ ഈ പുസ്തകത്തിൽ കേരള ടു കേരള എന്ന പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം ആമസോണിൽ ബുക്കിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷായിട്ട് ബുക്ക് മലയാളം അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പ്രിൻ്റഡ് ബുക്ക് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. മലയാളം ഇൻഷാ അല്ലാഹ് ഞാൻ വർക്ക് ചെയ്യണം അതിനകത്ത്. ഓക്കെ, അപ്പോൾ സലാം ഏകദേശം 6 മാസമായി. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ബാക്കിയുള്ളൂ അയാൾ ഖാലിദ് പോകാൻ. ആ സമയത്ത് സലാം മുഹമ്മദ് വഴി, സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനിയൻ വഴി എനിക്കൊരു മെസ്സേജ് അയച്ച് ഓഫീസിൽ. അതായത് സലാം പറഞ്ഞ് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യണം, നാളെ റെസ്യൂമെ അയച്ചു തരണം, നാളെ റെസ്യൂമെ ബയോഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റാണ് നാളെ. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ്ലി പിന്നെ എൻ്റെ ഓർമ്മയിലേ ഉണ്ടായിരുന്നില്ല സംഗതി. അങ്ങനെ ഞാനും ഷാജിയും ചേർന്നിട്ട്, ഷാജി എൻ്റെ ബോസാണ്, പക്ഷേ ഷാജിക്കറിയാം ഇങ്ങനൊരു കമ്പനിയിൽ, നല്ലൊരു കമ്പനിയിൽ ജോലി വന്നിട്ടുണ്ട്. അപ്പോൾ ഷാജിക്ക് കുഴപ്പമില്ല, ഞാനിവിടുന്ന് പോകുന്നതിൽ ഷാജിക്ക് പ്രോബ്ലമില്ല. ഷാജി നമ്മുടെ ഫ്രണ്ടും കൂടെയാണ്. ഓക്കെ, ബോസ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഷാജിയും ഞാനും ചേർന്നിട്ട് ഒരു ബയോഡാറ്റ ഉണ്ടാക്കി, നല്ലൊരു അടിപൊളി ബയോഡാറ്റ നല്ല രീതിയിലൊക്കെ ഫോർമാറ്റ് ചെയ്ത് ഉണ്ടാക്കി. എന്നിട്ട് ഷാജിയുടെ വലിപ്പ് തുറന്ന് ഷാജി നല്ലൊരു ചുവന്ന കളറിലെ ഒരു ഫോൾഡറും അതിനകത്ത് നിന്ന് എനിക്ക് എടുത്തു തന്ന്, ആ ഫോൾഡർ മുകളിൽ അത് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഒരു ഷീറ്റും താഴെ റെഡ് കളറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കാണാൻ ഭംഗിയുള്ള ഒരു ഫോൾഡർ, ഒരു ഫയൽ എന്ന് പറയാം. അപ്പം അതിനകത്ത് ഈ റെസ്യൂമെയൊക്കെ ഇട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ മുഹമ്മദിന് എത്തിച്ച്, മുഹമ്മദ് പിന്നെ സലാം മൂപ്പരുടെ ബ്രദർ സലാമിൻ്റെക്ക് കൊടുക്കും, സലാം ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്ലാൻ, അങ്ങനെ ഒരു പദ്ധതി നമ്മളുണ്ടാക്കി. അങ്ങനെ ആ റെസ്യൂമെ അവിടെ എത്തിച്ച് ഓൺ ടൈം ലാസ്റ്റ് മിനിറ്റിൽ എത്തിച്ചവിടെ, അൽഹംദുലില്ലാ.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കോള് വന്ന് എനിക്ക് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കോള് വന്ന് ഞാനവിടെ പോയി പരീക്ഷ എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ച് അതിനും ഞാൻ പോയി. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്, ഇൻ്റർവ്യൂക്ക് പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ വിസ ഈ പറയുന്ന സുമാൻ ഏവിയേഷൻ ആ കമ്പനിയുടെ പേരിലാണ് എൻ്റെ വിസ കിടക്കുന്നത്. ഇതിപ്പം നമ്മൾ ഇന്ത്യയിലെ സിസ്റ്റം അല്ലെങ്കിൽ അമേരിക്കയിലെ സിസ്റ്റം പോലെ എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു കമ്പനി മാറാം, ഈ കമ്പനിയിൽ നിന്ന് മറ്റേ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാം, റിസൈൻ ചെയ്തിട്ട് പോവാം. ഇതൊന്നും സൗദി അറേബ്യയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. സൗദി അറേബ്യയിൽ ഒരു കമ്പനി നിങ്ങൾ വിസ അവരുടെ വിസയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവരുടെ അടുത്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഈ വിസ മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് തനാസിൽ എന്ന് പറയും, തനാസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എനിക്കറിയാം, ഇതെല്ലാം എനിക്കറിയാമെങ്കിലും എന്തോ മറ്റേ കമ്പനി നല്ല കമ്പനിയാണ്, അവിടെ ജോലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ധാരണയിൽ എന്നൊരു ഹോപ്പിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണ്. ബയോഡാറ്റ അയച്ചു കൊടുത്ത് ടെസ്റ്റ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം അവർ എന്നെ വിളിച്ചിട്ടൊരു ഓഫർ ലെറ്റർ തന്നു. അതായത് ജോലി എനിക്ക് തന്നവർ ആ ഖാലിദ് എന്ന് പറയുന്ന പാകിസ്ഥാനി പോകുന്ന ആ സ്ഥാനത്തേക്കുള്ള ജോലി തന്നു. ഇപ്പോൾ ജോലി തന്നപ്പോഴാണ് പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമായത്. ഇനിയിപ്പോൾ ജോലി തന്ന് പക്ഷേ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അതായത് അൽസുമാൻ ഏവിയേഷൻ ഷേഖ് സാലെ എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇവിടുന്ന് ഈ കമ്പനിയിൽ നിന്ന് മാറി മറ്റേ കമ്പനിയിലോട്ട് പോകാൻ എന്താ വഴി? ഒരു വഴിയില്ലല്ലോ. അങ്ങനെ നടന്നു കയറി മറ്റൊരു കമ്പനി പോകാൻ പറ്റില്ല. ഇവരുടെ പെർമിഷൻ വേണം. ഈ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഷേഖ് സാലെ അടുത്ത് പോകണം. ഷേഖ് സാലെ ആണെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യമുള്ള ആളാണ്. എന്തെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിലോട്ട് പറഞ്ഞയക്കും. അതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ ഏതായാലും ഓഫർ ലെറ്റർ വാങ്ങിച്ച് വന്ന് ഷാജിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഇങ്ങനെയാണ് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ ഷാജി പറഞ്ഞ് ഏതായാലും ട്രൈ, എന്നാലും നമുക്ക് ഇവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷേ സംഗതി സീരിയസ് ആണ്, അതായത് വലിയ റിസ്കി മാറ്ററാണ് ഇത്. ഈ വേറെ കമ്പനി ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ഒരു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള മാറ്ററാണ്. അപ്പോൾ ഇവിടെ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നത്, ഞാനീ പറയുന്ന സുമാനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സുമാൻ ഏവിയേഷനിലെ ഫൈനാൻസ് മാനേജർ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹം സിറിയക്കാരനാണ്. വളരെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. അതായത് നമ്മളെയൊക്കെ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്ന, ജാടയുള്ള, അഹങ്കാരമുള്ള ഒരാളാണ്. തീരെ ഫ്രണ്ട്ലി അല്ല, വളരെ മോശപ്പെട്ടൊരു വ്യക്തി എന്ന് പറയാം. സ്വഭാവത്തിൽ നമ്മളുമായിട്ട് തീരെ അടുക്കാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഷെയ്ഖിൻ്റെ വലങ്കയ്യാണ്. അപ്പം ഇയാളുടെ അടുത്ത് പോയിട്ട് ഇയാൾ വഴി വേണം ഷെയ്ഖിൻ്റെ അടുത്ത് പോകാൻ. ഷെയ്ഖിനാണെങ്കിൽ മുൻകോപമുള്ള ആളാണ്. ഇയാളാണെങ്കിൽ തീരെ നമുക്ക് ഒരു കാരണവശാലും നമ്മളുമായിട്ട് ശരിയാത്തൊരു വ്യക്തിയാണ് ഈ കക്ഷി. അങ്ങനെ ആ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ജോലി അവിടെ നിന്ന് ഓഫർ കിട്ടുന്ന സമയത്ത് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇങ്ങനൊരു ഞാൻ പറഞ്ഞല്ലോ ഇയാൾ അത്ര ഫ്രണ്ട്ലി അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇയാൾ ആ സമയത്ത് ഒരു മെഡിക്കൽ പ്രശ്നമായിട്ട് എന്തോ ഒരു സർജറിയോ എന്തൊരു ഓപ്പറേഷനായിട്ട് 2 മാസത്തേക്ക് ലീവ് എടുത്ത് ഇയാൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം പടച്ചവൻ്റെ ഒരു തീരുമാനം നോക്കണം, ഇയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഗതി ഒന്നും നടക്കില്ലായിരുന്നു. ആ സ്ഥലത്ത് ഇയാൾ 2 മാസത്തേക്ക് നാട്ടിൽ പോയിരിക്കുകയാണ്, സിറിയയിലേക്ക് പോയിരിക്കുകയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആ സ്ഥലത്ത് സുഹേൽ എന്ന് പറയുന്ന വേറൊരു ലെബനോൺ എന്നുള്ളൊരു ക്രിസ്ത്യൻ വ്യക്തിയാണ്, അറബാണ്, ക്രിസ്ത്യനാണ്. സുഹേലാണ് ആ സ്ഥലത്ത് ആക്ടിങ് ഫൈനാൻസ് മാനേജറായിട്ട് ഇരിക്കുന്നത്. സുഹേലിന് നല്ല പരിചയമുണ്ട് എനിക്ക്, നല്ല ഫ്രണ്ട്ലിയാണ്, എപ്പോഴും നമ്മൾ സംസാരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ നാട്ടുവിശേഷങ്ങളും എല്ലാ ദിവസവും കാണും, സംസാരിക്കും. ഈ സുഹേൽ അവിടെ അയാളുടെ സ്ഥലത്ത് ഫൈനാൻസ് മാനേജറിൻ്റെ റൂമിൽ അവിടെ ടെമ്പററി ഫൈനാൻസ് മാനേജറായിട്ട് സുഹേൽ അവിടെ ഇരിക്കുന്നത്. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഈ ഓഫർ ലെറ്റർ കിട്ടിയ ശേഷം ഇവിടുന്ന് ഇറങ്ങണമല്ലോ, ഇവിടുന്ന് ഊരി കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ സുഹേലെടുത്ത് പോയിട്ട് പറഞ്ഞു, സുഹേൽ ഇങ്ങനെയാണ് കാര്യം, എനിക്ക്
ജുഫാലി ബട്ട്ലറിലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, ഇവിടുന്ന് കമ്പനി മാറി അങ്ങോട്ട് പോകണം. അപ്പോൾ സുഹേൽ പറഞ്ഞ്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സുഹേൽ പറഞ്ഞ്, നിനക്കറിയാലോ ഈ ഇത് കൊണ്ട് ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയാൽ നിന്നെ നാട്ടിലോട്ട് അയക്കും, നിന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിലോട്ട് അയക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് ട്രൈ ചെയ്യാം, പക്ഷേ സംഗതി ഗുരുതരമാണ്, നീ എക്സിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നെങ്കിൽ ഈ കമ്പനിയിൽ പിന്നെ ഇങ്ങനെ തന്നെ പോവാം, അതായത് വലിയ പിന്നെ ഫൈനാൻഷ്യലായിട്ട് വലിയ പിന്നെ കാര്യങ്ങളൊന്നും വലിയ ഗുണമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ പോവും. അതല്ല റിസ്ക് എടുത്തിട്ട് മറ്റേ കമ്പനി പോകണമെന്നുണ്ടെങ്കിൽ അത് റിസ്ക്കാണ്, അവിടെ പോയാൽ നല്ല കാര്യമാണ്, ശമ്പളം നല്ലതാണ്, അമേരിക്കൻ സിസ്റ്റമാണ്, പിന്നെ ഏകദേശം 5.5 ദിവസം വർക്ക് ചെയ്താൽ മതി, 6 ദിവസം വർക്ക് ചെയ്യേണ്ട, പിന്നെ ജോലിയുടെ ടൈമിംഗ് ഒക്കെ വളരെ പിന്നെ ബെറ്റർ ടൈമിംഗ് ആണ്, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തിട്ട് അവിടെ പോകാൻ ശ്രമിക്കുക. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗാമ്പിൾ എന്ന് പറയും. ഈ ഗാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ നാട്ടിൽ പോകും, എന്നെ നാട്ടിലോട്ട് അയക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കമ്പനിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ എത്തിക്കിട്ടും. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ സുഹേൽ പറഞ്ഞ് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, സുഹേൽ വേറെ വഴിയില്ല, ഞാൻ റെഡിയാണ്, നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോവാം. ആ സമയത്ത് എസ്പെഷ്യലി പിന്നെ ഞാൻ എന്തും വരുന്നിടത്ത് വരട്ടെ, കാണാമെന്നുള്ള ആ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഞാൻ സുഹേലിനടുത്ത് പറഞ്ഞു, സുഹേൽ ഒരു കാര്യം കൊടുക്ക്, റിക്വസ്റ്റ് ചെയ്യും, ഈ ജോലി തനാസിലിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും, പോണെങ്കിൽ പോട്ടെ, എന്നെ നാട്ടിലോട്ട് അയക്കണമെങ്കിൽ അയച്ചോട്ടെ എന്ന് പറയണം. ഇത് ആക്ച്വലി ഇത് സംഭവം നടക്കുമ്പം എൻ്റെ നാട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അധികം കാര്യങ്ങൾ ഓടുന്നത്. മാത്രമല്ല എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് വരുന്നു. ആ സിസ്റ്ററിൻ്റെ മാരേജിന് അറിയാമല്ലോ, നാട്ടിൽ വലിയ എക്സ്പെൻസസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ചെറിയൊരു 1.5 സെൻറ്റിൻ്റെ സ്ഥലം ആലപ്പുഴയിൽ, 8 സെൻറ്റിൻ്റെ സ്ഥലം ആലപ്പുഴയിൽ കിടപ്പുണ്ട്. ആ സമയത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വാങ്ങിച്ച്, വീടൊന്നും വെച്ചിട്ടില്ല, സ്ഥലം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഷേക്ക് നമ്മുടെ നാട്ടിലോട്ട് എക്സിറ്റ് അടിച്ച് വിട്ടാൽ ആ സ്ഥലം വിൽക്കാം, ആ സ്ഥലം വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിലൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല, ജിദ്ദയിൽ താമസിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ കുറച്ച് യൂസ്ഡ് ഫർണിച്ചറുണ്ട്, സോഫ സെറ്റും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, വലിയ ഒന്നുമില്ല, ചെറിയ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പഴയ 1981 മോഡൽ ഒരു കാറ്, ക്രെസിഡ എന്ന് പറയുന്ന ടൊയോട്ട ക്രെസിഡ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാറായിരുന്നു, വളരെ പഴയ കാറ്, 1981. അതിനകത്ത് ഈ ചളക്കും ഒരേലും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാ ഭാഗവും ചളക്കും ഒരേലും ഉണ്ടായിരുന്നു, എല്ലാം ഡാമേജ് ആയിരുന്നു. അങ്ങനെ ഒരു കാറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ നാട്ടിലോട്ട് അയക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട്, അരീക്കോടുകാരൻ, ഒരു അബ്ദുൽ ലത്തീഫ് പാറപ്പുറത്ത്, എൻ്റെ സുഹൃത്താണ്, ഇപ്പോഴും നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് RECയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. ലത്തീഫ് അവിടെ കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുന്നു. ലത്തീഫ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ്. ആ സമയത്ത് ലത്തീഫിൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ലത്തീഫിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യ്, എന്നെ ഇവർ നാട്ടിലോട്ട് അയക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ സംഗതികൾ, എൻ്റെ കാറും എൻ്റെ ഫർണിച്ചറും ഇതൊക്കെ നീ വാങ്ങിച്ചോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടി ഒരു 10,000 റിയാലിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഇവിടുന്ന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്ത്, അതായത് എനിക്ക് പോകേണ്ടി വന്നാൽ ഇതാണ്, നാട്ടിലെ കാര്യങ്ങൾ എൻ്റെ ആ സ്ഥലം വിറ്റിട്ട് ചെയ്യാം, ഇവിടുത്തെ കാര്യങ്ങൾ ലത്തീഫ് കൈകാര്യം ചെയ്യും, ലത്തീഫ് എൻ്റെ അടുത്ത് സാധനം വാങ്ങിക്കും, എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് നാട്ടിൽ പോകാം എന്നുള്ളൊരു തീരുമാനം എത്തി. അങ്ങനെ സുഹേലെടുത്ത് പറഞ്ഞ് യാല്ല പോട്ടെ, സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് സുഹേലെടുത്ത് പോയി ചോദിച്ചു, സുഹേലിൻ്റെ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തല കാണിച്ചിട്ട് പറഞ്ഞു, സുഹേൽ എന്തായി, സംസാരിച്ച? അപ്പോൾ സുഹേൽ പറഞ്ഞില്ല, സംസാരിച്ചില്ല, ഷെയ്ഖിൻ്റെ മൂഡ് ശരിയായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം പിന്നെയും ഇതേപോലെ തന്നെ രാവിലെ ഞാൻ പോയി, സുഹേൽ എന്തായി, സംസാരിച്ച?
ഇല്ല, സംസാരിച്ചില്ല. ഷെയ്ഖിൻ്റെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഇമ്മീഡിയറ്റ്ലി റെഡാണ്, അതായത് റെഡ് ലൈനാണ്. മൂന്നാമത്തെ ദിവസം ഞാൻ പോയില്ല, സുഹേലിൻ്റെ അടുത്ത് പോയില്ല. ഏകദേശം 11 മണിയായപ്പോഴത്തേക്ക് രാവിലെ സുഹേലിൻ്റെ ഫോൺ എൻ്റെ മേശപ്പുറത്ത് അടിച്ച്. അപ്പം സുഹേലിൻ്റെ നമ്പർ എൻ്റെ ആ ഫോണിൽ ID കാണാം. ഇത് സെൽഫോണല്ല, മറ്റേ ലാൻഡ് ലൈനാണ്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സുഹേലാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഞാൻ സുഹേലെടുത്ത് പോയി. സുഹേൽ പോയപ്പോൾ സുഹേലെടുത്ത് ഇരിക്കാൻ പറഞ്ഞു, മുമ്പിൽ കസേര അടപ്പോണ്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിരുന്ന് സുഹേൽ ഞാൻ കൊടുത്ത കടലാസ് അത് സുഹേൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എക്സിറ്റ് ടു ഇന്ത്യ, അതായത് എന്നെ ഇന്ത്യയിലോട്ട് എക്സിറ്റ് അടിക്കാനായിട്ട് ഷെയ്ഖ് എഴുതിയിരിക്കുകയാണ്. അവിടെ ആ കടലാസ് എൻ്റെ മുമ്പിൽ വെച്ചു അതാണ്. സുഹേൽ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, നോക്കി എക്സിറ്റ് അടിക്കാൻ പറഞ്ഞതിനേക്ക്. അപ്പോൾ അതായത് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ കൊണ്ട് തീർന്ന്, സൗദി അറേബ്യയിലെ ജീവിതം അവിടെ കൊണ്ട് നിന്ന് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ സുഹേലിൻ്റെ അടുത്ത് പറഞ്ഞ്, പക്ഷെ സുഹേൽ പറയാം എൻ്റെ അടുത്ത്, സുഹേൽ പറഞ്ഞ് ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പറഞ്ഞ്, അതായത് ഇത് പേപ്പറിൽ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞ ശേഷം സുഹേൽ ഷെയ്ഖിൻ്റെ അടുത്ത് പറഞ്ഞ് ഹാറൂൺ ഈസ് എ ഗുഡ് മാൻ. ഓക്കെ, ഇങ്ങനൊരു വാക്ക് ഞാൻ പറഞ്ഞു ഷെയ്ഖിൻ്റെ അടുത്ത്, ഹാറൂൺ ഈസ് എ ഗുഡ് മാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം ഷെയ്ഖ് പറഞ്ഞു, ഓക്കെ, ഇഫ് ഹീ വാണ്ട്സ് ടു ടോക്ക് ടു മീ ലെറ്റ് ഹിം കം ആൻഡ് ടോക്ക് ടു മീ. അതായത് അയാൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ വന്ന് സംസാരിക്കട്ടെ. ഷെയ്ഖ് പറയാണ്, ഷെയ്ഖിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെന്ന് സംസാരിക്കട്ടെ എന്ന് ഷെയ്ഖ് സുഹേലിൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഷെയ്ഖിൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞ് ഹാറൂൺ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് സുഹേൽ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് സുഹേൽ ചോദിച്ച്, എന്താ നിനക്ക് പോയി സംസാരിക്കണോ ഷെയ്ഖുമായിട്ട്? ഞാൻ പറഞ്ഞ് ഇനിയിപ്പം നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഏതായാലും എക്സിറ്റ് അടിക്കാനുള്ള ചുവന്ന മഷിയിൽ എഴുതിയിട്ടുണ്ട്, എക്സിറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ പോയി സംസാരിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സുഹേലുമായിട്ട്, സുഹേൽ മുമ്പിൽ ഞാൻ പുറകിൽ നടന്ന് പോയി. ഇത് ബുക്കിൽ വളരെ രസകരമായൊരു ഭാഷ എഴുതിയിട്ടുണ്ട്. അതായത് മൂസ അലൈഹിസ്സലാം മോശെ ആൾക്കാരെയും കൊണ്ട് മറ്റേ കടൽ കടന്ന് പോകുമ്പോഴുള്ള ആ രംഗം അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഞാൻ സുഹേലിൻ്റെ പുറകിൽ മൂസ പോകുന്നത് പോലെ ഞാൻ പുറകിൽ നടക്കുകയാണ്, സുഹേലിൻ്റെ പുറകിൽ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഷെയ്ഖിൻ്റെ ഒരു ഓഫീസ് ദൂരത്താണ്, അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഷെയ്ഖിൻ്റെ ഓഫീസ് വളരെ വലിയ ഓഫീസാണ്. ഞാൻ അവിടെ ഒരു പ്രാവശ്യം മറ്റൊന്നോ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്യാൻ പോയിട്ടുണ്ട്. വലിയ ഓഫീസാണ്, വലിയ റൂമാണ്. അവിടെ ഷെയ്ഖ് ഇരിപ്പുണ്ട്, മേശയുടെ ഷെയ്ഖിൻ്റെ ഡെസ്കിൽ ഇരിപ്പുണ്ട് ആൾ കസേരയിൽ. അപ്പോൾ മൂപ്പര് ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അങ്ങനെ മൂപ്പരിയ്ക്കുന്നു. കൂടാതെ 1-2 ആൾക്കാർ വിസിറ്റേഴ്സ്, ഷെയ്ഖിനെ കാണാൻ വന്ന ആൾക്കാർ, അവരും മുമ്പിൽ സോഫയിൽ അവരും ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നടന്ന് ഷെയ്ഖിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഷെയ്ഖ് ഫോണിലായത് കാരണം ഞങ്ങൾ സംസാരിച്ചില്ല, ഒന്നും അനങ്ങിയില്ല, ചോദിച്ചില്ല, മിണ്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞാനും സുഹേലും മറ്റേ റൈറ്റ് സൈഡിൽ ഷെയ്ഖ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ഫർണിച്ചർ കിടപ്പുണ്ട്, ഒരു കബോർഡ് പോലത്തെ ഒരു ഫർണിച്ചറുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും പോയി ചാരി നിന്ന് കൈയും കെട്ടി വലിയ എന്താ പറയുക ബഹുമാനത്തോടെ താഴെ നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഷെയ്ഖിൻ്റെ ഫോൺ കഴിയാൻ വേണ്ടി. ഷെയ്ഖിൻ്റെ ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ എന്നെ ചോദിച്ച്, എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചു, ഹാറൂൺ എന്താണ് നിനക്ക് ഇവിടുന്ന് കമ്പനി എന്താണെന്ന് വിട്ടുപോകാൻ കാരണം എന്താണ്? ഞങ്ങൾക്കിവിടെ നല്ല ആൾക്കാർ വേണം. അതായത് അപ്പം അതും സുഹേൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഹാറൂൺ ഈസ് എ ഗുഡ് മാൻ എന്ന് പറഞ്ഞല്ലോ, അത് ഷെയ്ഖിൻ്റെ വർത്തമാനത്തിൽ അത് മനസ്സിലായി. സുഹേൽ ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വി വാണ്ട് ഗുഡ് പീപ്പിൾ ടു വർക്ക് ഹിയർ, വൈ യു വാണ്ട് ടു ലീവ് അസ്? അപ്പം ഞാൻ പറഞ്ഞു, ഷെയ്ഖ് എനിക്ക് നാട്ടിൽ വലിയൊരു ഫാമിലി ഉണ്ട്, പിന്നെ ഇവിടെ എൻ്റെ സാലറി പോരാ, എനിക്ക് വലിയ വലിയ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എത്ര സാലറി ഇവിടുന്ന് കിട്ടുന്നുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു റിയാലിൽ എത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ഉടനെ എന്നെ കാൽക്കുലേറ്റർ എടുത്തിട്ട് അത് ഇങ്ങനെ കാൽക്കുലേറ്റർ കുത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ഇത്ര കാശ് കിട്ടുന്നുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അത് ശരിയാണ്, പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന എൻ്റെ ജോലിയും അത് എക്സാക്ട്ലി എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാനിവിടെ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകണം. രണ്ടുമുണ്ട്, പിന്നെ സാലറിയുടെ ഉണ്ട്, പ്രൊഫഷൻ്റെയും ഒരു കാര്യമുണ്ട്. അപ്പം ഷേഖ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ഒരു കാര്യം ചെയ്യ്, 5000 റിയാൽ കൊണ്ടുവാ, നിന്നെ ഞാൻ ഇവിടുന്ന് റിലീസ് തരാം. അപ്പം ഷേഖിൻ്റെ ഉദ്ദേശം, ഷേഖ് വിചാരിച്ച്, ഷേഖിന് അറിഞ്ഞുകൂടല്ലോ ഈ 600 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഈ 600 ആൾക്കാരെ എവിടെ നിന്ന് കൊണ്ടുവന്നോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോ അല്ല ലോക്കലി ഹയർ ചെയ്തോ, ഇതൊന്നും ഷേഖിന് അറിഞ്ഞുകൂടാ, ഓരോരുത്തരെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. അപ്പം ഷേഖ് വിചാരിച്ചത് എന്നെ ഇവർ ഈ കമ്പനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്നാണ്. ഞാനാണെങ്കിൽ ആക്ച്വലി 2 കമ്പനിയിൽ ജിദ്ദയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തനാസിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ കമ്പനി വന്നതാണ്. അപ്പം ഞാൻ ലോക്കലി ഹയർഡാണ്. അപ്പോൾ അവർക്ക് എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പം ഷേഖ് ഇങ്ങനെ $5000 കൊണ്ടുവരാൻ, 5000 റിയാൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഷേഖ് നമ്മുടെ സുഹേൽ കയറി പറഞ്ഞ്, ഷേഖ് നമ്മൾ ഇയാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇയാളെ നമ്മൾ ലോക്കലി ഹയർ ചെയ്തതാണ്. അപ്പോൾ ഷേഖ് വെച്ചാൽ അതെ നമ്മൾ ലോക്കലി ഹയർ ചെയ്തതാണ് ഇയാളെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു ഒബ്ജക്ഷനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ആ പേപ്പർ തിരിച്ച് വാങ്ങിച്ചു. അതായത് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞ പേപ്പർ തിരിച്ച് ഷേഖ് വാങ്ങിച്ചിട്ട് എനിക്ക് ചോദിച്ചു, ഏത് കമ്പനിയാണ് നിനക്ക് ജോയിൻ ചെയ്യേണ്ടത്? അപ്പോൾ എന്തുകൊണ്ടോ എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, ഇപ്പം ശരിയായിട്ടുള്ള കമ്പനി പറയണ്ട, എന്തെങ്കിലും വേറൊരു കമ്പനിയുടെ പേര് എന്തോ അങ്ങനെ ഒരു തോന്നല. പിന്നെ ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞില്ലല്ലോ, അങ്ങനെയല്ല, ശരിക്കുള്ള കാര്യം പറയണം എന്ന് ഇങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷേഖ് ജുഫാലി ബട്ട്ലർ. ഞാനെന്തോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ള ഇതിലാണ്, എന്തോ എങ്ങനെ ഒരു തോന്നൽ വന്ന് ഇമ്മീഡിയറ്റ്ലി ഞാനത് പറഞ്ഞു. എൻ്റെ തലയിൽ തന്നെ പറഞ്ഞു, അതിൽ അങ്ങനെ പറയരുത്, കറക്റ്റായിട്ടുള്ള കമ്പനി തന്നെ പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ജുഫാലി ബട്ട്ലറിലാണ് ജോയിൻ ചെയ്യേണ്ടത്, ആ കമ്പനിയിലാണ് എനിക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഷേഖ് ആ ചുവന്ന മഷിയുടെ പേന എടുത്ത് മൂപ്പര് തന്നെ എഴുതിയത് വെട്ടി, എന്നിട്ട് അവിടെ എഴുതി നോ ഒബ്ജക്ഷൻ ഇൻ ഗിവിങ് റിലീസ് ടു ജുഫാലി ബട്ട്ലർ എഴുതി തിരിച്ച് എൻ്റെ പേപ്പർ തിരിച്ചു തന്നു. അപ്പം ഞാൻ ഷേഖിനോട് വളരെ സന്തോഷത്തിൽ, വളരെ നന്ദി, വളരെ വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തി. താങ്ക് യു വെരി മച്ച് ഷേഖ് എന്നൊക്കെ പറഞ്ഞ്, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്, താങ്ക് യു വെരി മച്ച്, അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞാനും സുഹേലായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അതേ വഴി തിരിച്ച് ഓഫീസിലെത്തി. വളരെ പോകുമ്പോഴത്തേക്ക് വളരെ ടെൻസായിട്ട്, വളരെ എന്താ പറയുക, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തെ തുള്ളിച്ചാടി ഇങ്ങനൊരു സംഭവം നടന്നത് അത് അതിശയകരമാണ്. അതായത് ആ കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. എന്നെ എക്സിറ്റ് അടിച്ചതാണ്, എന്നിട്ട് എക്സിറ്റിനെ തിരുത്തിയിട്ട് രണ്ടാമത് എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തന്നു. തിരിച്ച് ഞാൻ പോയി ഷാജി എടുത്ത് പറഞ്ഞു, ഷാജി ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഷേഖിൻ്റെ അനുവാദം കിട്ടി. ഷാജിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരെ പോയി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ സഹറാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളാണ് സൗദിയാണ്, അയാളാണ് നമ്മുടെ ഈ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അയാളുടെ കയ്യിൽ പേപ്പർ കൊണ്ട് കൊടുത്ത് അയാൾക്കും ഞാൻ താങ്ക് യു പറഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ വണ്ടിയിലോട്ട് പോയി. താഴെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി കിടപ്പുണ്ട്, അവിടെ വണ്ടി കയറി. അടുത്ത് തന്നെ ഒരു 1.5 കിലോമീറ്റർ പോയാൽ അവിടെ വലിയൊരു പള്ളിയുണ്ട്, മദീന റോഡ് പള്ളി എന്ന് പറയും. ആ പള്ളിയിൽ പോയി ഞാൻ അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനും നന്ദി രേഖപ്പെടുത്തി സന്തോഷവും സമാധാനമായിട്ട് ഞാൻ വീട്ടിലെത്തി. ഈ സംഭവം വളരെ വലിയ റിസ്ക്കാണ് ഞാൻ എടുത്തത്, പക്ഷേ ഇതിനകത്തൊരു കാര്യം എനിക്ക് ഒന്നുകൂടെ ബോധ്യമാകുന്നത്, പടച്ചവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും, അത് ആർക്കും തടയാൻ സാധിക്കില്ല. ഓക്കെ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതൊരു ദിക്റാണ്. അല്ലാഹുവേ, നീ തന്നത് അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിച്ചത് വേറെ ആർക്കും തടുക്കാൻ സാധിക്കില്ല, നീ തരണ്ട എന്നുദ്ദേശിച്ചത് ആർക്കും തരാനും സാധിക്കില്ല, നിൻ്റെ മുമ്പിൽ പവറുള്ള ഒരാൾക്കും ഒരു പവറും നിൻ്റെ മുമ്പിൽ ഇല്ല, നിൻ്റെ പവറിന് മുമ്പിൽ വേറെ ആർക്കും പവറില്ല എന്നുള്ളൊരു ദിക്റുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ജോലി പോവും, നാട്ടിൽ പോകേണ്ടി വരും എന്നുള്ള ആ സിറ്റുവേഷൻ എത്തി. ആ ഷേഖ് സാലെ എനിക്ക് എക്സിറ്റ് അടിക്കുകയും ചെയ്ത്, എന്നിട്ട് ആ എക്സിറ്റ് അടിച്ചെങ്കിലും അതിനെ തിരുത്തി രണ്ടാമത് എനിക്ക് പെർമിഷൻ തന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഈ ബുക്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബുക്ക് വായിക്കുമ്പോൾ ഇൻഷാല്ലാ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇൻഷാല്ലാ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ കമൻറ്റിൽ ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.